എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ തിരക്കിട്ട ജീവിതത്തിൽ എങ്ങനെയാണ് മനസ്സിനെ ശാന്തമാക്കാൻ സാധിക്കുന്നതെന്ന്? സമ്മർദ്ദങ്ങളും ടെൻഷനുകളും നിറഞ്ഞ ഈ ലോകത്ത് മനസ്സിന് ശാന്തത കണ്ടെത്തുക എന്നത് വളരെ പ്രധാനമാണ്. മനസ്സിന് ശാന്തത നൽകാൻ സഹായിക്കുന്ന ലളിതമായ 4 വഴികളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നമുക്ക് ഒന്നാമത്തെ വഴിയിലേക്ക് കടക്കാം. ശ്രദ്ധയോടെ ശ്വസിക്കുക അഥവാ മൈൻഡ്ഫുൾ ബ്രീത്തിങ്. ഇത് വളരെ ലളിതമായ ഒരു പരിശീലനമാണ്, പക്ഷേ അതിശക്തവുമാണ്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെയാണ് ശ്വാസം എടുക്കുന്നത്. എന്നാൽ നമ്മുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് മനസ്സിനെ വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കും. ഒരു കസേരയിലോ നിലത്തോ നിവർന്നിരിക്കുക. കണ്ണുകളടച്ച് നിങ്ങളുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വയറ് വികസിക്കുന്നതും വായിലൂടെ പുറത്തേക്ക് വിടുമ്പോൾ വയറ് ചുരുങ്ങുന്നതും ശ്രദ്ധിക്കുക. ഓരോ ശ്വാസം എടുക്കുമ്പോഴും ശാന്തം എന്നും വിടുമ്പോൾ റിലാക്സ് എന്നും മനസ്സിൽ പറയുക. ഇത് ദിവസം 5 മുതൽ 10 മിനിറ്റ് ചെയ്യുന്നത് മനസ്സിന് വലിയൊരാശ്വാസം നൽകും. ഇത് പരിശീലിക്കുന്നത് പതിവാക്കിയാൽ ഏത് സമ്മർദ്ദഘട്ടങ്ങളിലും നിങ്ങൾക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. രണ്ടാമത്തെ വഴി പ്രകൃതിയുമായി അടുക്കുക എന്നതാണ്. പ്രകൃതിയുമായി സമയം ചെലവഴിക്കുന്നത് മനസ്സിന് ശാന്തത നൽകാൻ സഹായിക്കുമെന്ന് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മരങ്ങളും പൂക്കളും പക്ഷികളുടെ ശബ്ദവുമെല്ലാം നമ്മുടെ മനസ്സിന് ഒരു പ്രത്യേക ഉണർവ് നൽകുന്നു. ഇത് തലച്ചോറിൻ്റെ എൻഡോർഫിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. ഇത് സന്തോഷം വർദ്ധിപ്പിക്കും. നിങ്ങളുടെ വീട്ടുമുറ്റത്തോ അടുത്തുള്ള ഒരു പാർക്കിലോ അല്ലെങ്കിൽ കടൽ തീരത്തോ സമയം ചെലവഴിക്കുക. ചെരുപ്പില്ലാതെ പുല്ലിലൂടെ നടക്കുന്നത് മനസ്സിന് കൂടുതൽ ശാന്തത നൽകും. ഇത് എർത്തിങ് അഥവാ ഗ്രൗണ്ടിങ് എന്നറിയപ്പെടുന്നു. പ്രകൃതിയിലേക്ക് ഇറങ്ങുമ്പോൾ മൊബൈൽ ഫോൺ ഒഴിവാക്കി ഓരോ നിമിഷവും ആസ്വദിക്കാൻ ശ്രമിക്കുക. പക്ഷികളുടെ ശബ്ദം ശ്രദ്ധിക്കുക. കാറ്റിൻ്റെ തലോടൽ അറിയുക. ഇത് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും ശാന്തമാക്കാൻ സഹായിക്കും. മൂന്നാമത്തെ വഴി മനസ്സ് തുറന്ന് സംസാരിക്കുക. നമ്മുടെ മനസ്സിലെ വിഷമങ്ങളും ഭാരങ്ങളും ഉള്ളിൽ ഒതുക്കി വെക്കുന്നത് മനസ്സിന് കൂടുതൽ സമ്മർദ്ദം നൽകും. എന്നാൽ വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് ആ ഭാരം ഇറക്കി വെക്കാൻ സഹായിക്കും. നിങ്ങളുടെ വികാരങ്ങളെ അടിച്ചമർത്താതെ അത് തുറന്ന് പ്രകടിപ്പിക്കുക. ഒരു സുഹൃത്തോ കുടുംബാംഗമോ അല്ലെങ്കിൽ ഒരു കൗൺസിലറോ ആകട്ടെ, നിങ്ങൾക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്ന ഒരാളോട് സംസാരിക്കുക. അവർ നൽകുന്ന പരിഹാരങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ വിഷമങ്ങൾ കേൾക്കാൻ ഒരാളുണ്ടെന്ന തോന്നലാണ് ഇവിടെ പ്രധാനം. ഇത് നിങ്ങളുടെ മനസ്സിന് ഒരു വലിയ ആശ്വാസം നൽകും. ചിലപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണമെന്നില്ല, പക്ഷേ ആ ഭാരം പങ്കുവെക്കുമ്പോൾ മനസ്സിന് വലിയ ആശ്വാസം ലഭിക്കും. നാലാമത്തെ വഴി കൃതജ്ഞത ശീലമാക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അതിന് നന്ദി പറയുകയും ചെയ്യുന്നത് നെഗറ്റീവ് ചിന്തകളെ ഇല്ലാതാക്കാൻ സഹായിക്കും. എല്ലാ ദിവസവും നിങ്ങൾക്ക് നന്ദിയുള്ള 3 കാര്യങ്ങൾ എഴുതാൻ ശ്രമിക്കുക. ഇത് വളരെ ലളിതമായ ഒരു പരിശീലനമാണ്, പക്ഷേ ഇത് നിങ്ങളുടെ ചിന്താഗതിയിൽ വലിയൊരു മാറ്റം വരുത്തും. പുതിയൊരു ദിവസം ലഭിച്ചതിന്, ആരോഗ്യത്തോടെ ഇരിക്കുന്നതിന് അല്ലെങ്കിൽ സ്നേഹിക്കുന്ന ആളുകൾ കൂടെയുള്ളതിന് നന്ദി പറയാം. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കാൻ സഹായിക്കും. പതിവായി നന്ദി പറയുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. ഇത് മനസ്സിനെ പോസിറ്റീവായി നിലനിർത്താനും അതുവഴി ശാന്തത കണ്ടെത്താനും സഹായിക്കും. ഈ 4 വഴികൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ശാന്തവും സമാധാനപരവുമാക്കാൻ സഹായിക്കും. മനസ്സിനെ ശാന്തമാക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന മറ്റു വഴികൾ എന്തൊക്കെയാണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.